എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കേന്ദ്ര കൃഷി മന്ത്രാലയം സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന അഗ്രി സ്റ്റാക്ക് ഡേറ്റാബേസ് രജിസ്ട്രേഷനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ PM കിസാൻ ഗുണഭോക്താക്കൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, അക്ഷയ CSC വഴി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. PM കിസാനുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. കൃഷിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ സുഗമമായി ലഭിക്കുന്നതിന് കർഷകൻ്റെയും കൃഷിഭൂമിയുടെയും വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിച്ച് ഒരു ഡേറ്റാബേസ് രജിസ്ട്രി സൃഷ്ടിക്കുകയാണ് അഗ്രി സ്റ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ, വിള ഇൻഷുറൻസ്, വിവിധതരം സബ്സിഡികൾ തുടങ്ങിയവയൊക്കെ സുഗമമായി ലഭിക്കുന്നതിന് അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. PM കിസാൻ ഗുണഭോക്താക്കൾ നിർബന്ധമായും ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടുന്നതാണ്. കൂടാതെ മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്ന MIDH, രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്ന RKYV, വിള ഇൻഷുറൻസിനായിട്ടുള്ള പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, സൂക്ഷ്മ ജലസേചന പദ്ധതിയായ PMKSY തുടങ്ങിയ പദ്ധതികളുടെ ഗുണഭോക്താക്കളൊക്കെ നിർബന്ധമായും അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫാർമർ ID കാർഡും ഫാർമർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. PM കിസാൻ ഗുണഭോക്താക്കൾ നിലവിൽ അതാത് കൃഷിഭവനുകളിൽ നേരിട്ട് പോയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടുന്നത്. രജിസ്ട്രേഷൻ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗുണഭോക്താവിൻ്റെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് അല്ലെങ്കിൽ ഭൂനികുതി അടച്ച രസീത്. ഇത്രയും രേഖകളുമായി അതാത് കൃഷിഭവനുകളിൽ നേരിട്ട് പോകേണ്ടതാണ്. ഗുണഭോക്താവ് നേരിട്ട് പോകണമെന്നില്ല. ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണുമായി മറ്റൊരാൾ പോയാലും മതിയാകുന്നതാണ്. കൃഷിഭവനിൽ ഇതുമായി ബന്ധപ്പെട്ട് 3 OTP വെരിഫിക്കേഷനാണുള്ളത്. ഗുണഭോക്താവിൻ്റെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കാണ് OTP വരുന്നത്. ഓരോ OTPക്കും 30 സെക്കൻഡ് മാത്രമേ ദൈർഘ്യമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മെസ്സേജ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ പഴയ മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഫോണുമായി പോകുവാൻ ശ്രദ്ധിക്കണം. ഓരോ കൃഷിഭവനിലും പ്രത്യേക ഡേറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് ആ ഡേറ്റുകളിൽ പോകാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, നിലവിൽ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നേരിട്ട് പോയി മാത്രമേ നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അധികം താമസിയാതെ തന്നെ ഓൺലൈനായി പബ്ലിക്കിന് ചെയ്യുവാനും അതുപോലെ തന്നെ CSCക്കും അക്ഷയ സെൻറ്ററുകൾക്കുമൊക്കെ പ്രത്യേകം ലിങ്കുകൾ അനുവദിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അക്ഷയയ്ക്കും CSCകൾക്കുമൊക്കെ അധികം താമസിയാതെ തന്നെ ട്രെയിനിങ് ലഭ്യമാക്കുമെന്നും ലോഗിനും ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പബ്ലിക്കിന് ഓൺലൈനായി ചെയ്യുവാനുള്ള സൗകര്യം ലഭ്യമാകുന്ന മുറയ്ക്ക് ഓൺലൈനായി എങ്ങനെ ചെയ്യാം എന്നതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതുമായിരിക്കും. നിലവിൽ PM കിസാൻ്റെ ഗുണഭോക്തൃ വിഹിതം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ, അതായത് 3 മാസം കൂടുമ്പോൾ 2000 രൂപ വെച്ച് വർഷത്തിൽ 6000 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം നിർബന്ധമായും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടുന്നതാണ്. അതുപോലെ തന്നെ പുതിയതായി PM കിസാൻ ആനുകൂല്യം ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മൊബൈൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ഒക്കെ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.